നമസ്കാരം. ന്യൂസ് 18 എക്സ്പ്രസിലേക്ക് സ്വാഗതം. എം ശിവശങ്കർ 5 ദിവസത്തേക്ക് ED കസ്റ്റഡിയിൽ. കലൂർ PMLA കോടതിയാണ് കസ്റ്റഡിയിൽ വിട്ടത്. ഈ മാസം 20-ന് കോടതിയിൽ ഹാജരാക്കണം. ശിവശങ്കറിന്റെ അറസ്റ്റ് ഓർഡർ പുറത്ത്. സ്വപ്നയും ശിവശങ്കറും തമ്മിലുള്ള വാട്സ്ആപ്പ് സന്ദേശങ്ങൾ ശേഖരിച്ചുവെന്ന ഓർഡറിൽ. ശിവശങ്കറിന്റെ പങ്കിലേക്കുള്ള സൂചനയാണ് വാട്സ്ആപ്പ് സന്ദേശങ്ങൾ. വാട്സ്ആപ്പ് സന്ദേശങ്ങൾ കാണിച്ച ശേഷം ശിവശങ്കർ സഹകരിക്കുന്നില്ല. ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാതെ നിസ്സഹകരണം തുടരുന്നതെന്നും അറസ്റ്റ് ഓർഡറിൽ. ലൈഫ് മിഷൻ കേസിൽ ED പുതിയ പ്രതിപ്പട്ടിക തയ്യാറാക്കി. കേസിൽ സന്തോഷ് ഈപ്പൻ 1-ാം പ്രതി, സരിത്ത്, സ്വപ്ന എന്നിവർ 3ഉം 4ഉം പ്രതികൾ. ശിവശങ്കർ 7-ാം പ്രതി. തിരുവനന്തപുരം സ്വദേശി യദു കൃഷ്ണൻ 6-ാം പ്രതിയായും പട്ടിക. മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെ കൂടുതൽ ആരോപണങ്ങളുമായി സ്വപ്ന സുരേഷ്. ലൈഫ് ഇടപാടിന്റെ മുഖ്യ ആസൂത്രകൻ മുഖ്യമന്ത്രിയുടെ മകൻ, മുഖ്യമന്ത്രിയുടെ ഭാര്യ, മകൻ, മകൾ എന്നിവർക്ക് പങ്കുണ്ടെന്നും സ്വപ്ന. ED അന്വേഷണം ശരിയായ ദിശയിലാണെന്ന് ബോധ്യമായെന്നും സ്വപ്ന. മുഖ്യമന്ത്രി പടുത്തുയർത്തിയ നുണകൾ ചീട്ടുകൊട്ടാരം പോലെ തകർന്നുവെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ. 1-ാം പിണറായി സർക്കാരിന്റെ കാലത്ത് നടന്ന അഴിമതിയുടെ അസ്ഥിപഞ്ജരങ്ങൾ ഓരോന്നായി പുറത്തുവരികയാണ്. മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട നിരവധി രഹസ്യങ്ങളുടെ സൂക്ഷിപ്പുകാരനാണ് ശിവശങ്കർ എന്നത് അങ്ങാടിപ്പാട്ടാണെന്നും K സുധാകരൻ. ലൈഫ് മിഷൻ കോഴ ഇടപാടിൽ മുഖ്യമന്ത്രിക്കും പങ്കുണ്ടെന്ന് VD സതീശൻ. മുഖ്യമന്ത്രിയും സർക്കാരും CBI അന്വേഷണത്തെ എന്തുകൊണ്ട് ഭയക്കുന്നു? ശിവശങ്കറിന്റെ അറസ്റ്റിൽ മുഖ്യമന്ത്രി മൗനം വെടിയണം. ജനങ്ങളും പ്രതിപക്ഷവും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി ഉത്തരം നൽകണമെന്നും VD സതീശൻ. ലൈഫ് മിഷൻ കോഴയിൽ പ്രതിപക്ഷം പറഞ്ഞതെല്ലാം സത്യമായെന്ന് രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് ലൈഫ് മിഷൻ കോഴയെന്നും ചെന്നിത്തല. ലൈഫ് മിഷൻ കേസിലെ ED നടപടി കേന്ദ്ര ഏജൻസികളുടെ വിശ്വാസ്യത അരക്കിട്ടുറപ്പിക്കുന്നുവെന്നും കേന്ദ്രമന്ത്രി V മുരളീധരൻ. ഇടപാടിൽ ഒന്നുകിൽ പിണറായി വിജയനും പങ്കുണ്ട്, അല്ലെങ്കിൽ സർക്കാരിന് കീഴിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയാത്ത പമ്പരവിഡ്ഢിയും കഴിവുകെട്ടവനുമായ ഭരണാധികാരിയാണ് പിണറായി എന്നും V മുരളീധരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അറസ്റ്റിൽ ശിവശങ്കറിനെ ന്യായീകരിക്കാതെ CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. അറസ്റ്റ് സ്വാഭാവിക നടപടിയാണ്. ശിവശങ്കർ ഇടതുമുന്നണിയുടെ ഭാഗമല്ലെന്നും കാനം. CPM നേതൃത്വത്തിനെതിരെ ആരോപണവുമായി ഷുഹൈബ് വധക്കേസ് പ്രതി ആകാശ് തില്ലങ്കേരി. കൊട്ടേഷന് ആഹ്വാനം ചെയ്തവർക്ക് സഹകരണ സ്ഥാപനങ്ങളിൽ ജോലി കിട്ടി, നടപ്പിലാക്കിയവർക്ക് പട്ടിണിയും പടിയടച്ച് പിണ്ടം വെക്കലുമാണ് പ്രതിഫലമെന്നും തില്ലങ്കേരി ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. DYFI നേതാവിന്റെ FB പോസ്റ്റിന് കമന്റായാണ് ഇങ്ങനെ പറഞ്ഞത്. കേരളത്തിന് അർഹമായ വിഹിതം കിട്ടുന്നില്ലെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. GST നഷ്ടപരിഹാരം 5 വർഷം കൂടി നീട്ടണമെന്ന് പൊതു ആവശ്യം. പെട്രോൾ ബ്രാൻഡഡിന് 19 രൂപയാണ് കേന്ദ്രത്തിന്റെ സെസ്, ഡീസലിന് 14 രൂപയാണ് സെസ്. ഇതേക്കുറിച്ച് പ്രതിപക്ഷം പറയുന്നില്ലെന്നും ധനമന്ത്രി. ഇന്ധന സെസ്സിനെതിരെ പ്രതിഷേധം തുടരുന്നു. യൂത്ത് സെക്രട്ടേറിയറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. പ്രവർത്തകർക്ക് നേരെ 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. കാസർഗോഡ് കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിലും സംഘർഷം. ബാരിക്കേഡ് തള്ളി മാറ്റാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. നികുതി വർധനവിനും ഇന്ധന സെസ്സിനുമെതിരെ കേരള കോൺഗ്രസ് യൂത്ത് ഫ്രണ്ട് എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ പ്രതിഷേധം. കണയന്നൂർ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ജില്ലാ പ്രസിഡന്റ് ഷിബു തെക്കുംപുറം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ CPM BJP അന്തർധാര സജീവമെന്ന് K മുരളീധരൻ. BJP ഇതര സംസ്ഥാനങ്ങളിൽ കേന്ദ്രം ഇളവ് കാണിക്കുന്നത് കേരളത്തോട് മാത്രമെന്നും മുരളീധരൻ. കോൺഗ്രസ് നേതൃത്വത്തിന് എതിരെ K മുരളീധരനെ ഒതുക്കുന്നതിൽ മാത്രമേ കോൺഗ്രസിൽ ദോസ്തി ഉള്ളൂ. ബാക്കി എല്ലാ കാര്യത്തിലും നേതൃത്വത്തിൽ ഗുസ്തിയാണ്. കൂടുതൽ വിശദീകരിക്കാനില്ലെന്നും പാർട്ടി അച്ചടക്കം പാലിക്കുന്നുവെന്നും മുരളീധരൻ.
പ്രബന്ധ വിവാദത്തിൽ ചിന്താ ജെറോമിന്റെ ഗൈഡ് സർവകലാശാലയ്ക്ക് വിശദീകരണം നൽകി. വീഴ്ച പറ്റിയിട്ടില്ലെന്ന് രജിസ്ട്രാർക്ക് നൽകിയ മറുപടിയിൽ ഗൈഡ് PV അജയ്കുമാറിനോട് സർവകലാശാല വിശദീകരണം ചോദിച്ചിരുന്നു. ലഹരിക്കടത്ത് കേസിൽ CPM-നുള്ളിലെ ഗൂഢാലോചന സൂചിപ്പിച്ച് CPM ആലപ്പുഴ നഗരസഭാ കൗൺസിലർ A. ഷാനവാസ്. ED, GST കമ്മീഷണറേറ്റ്, DGP എന്നിവർക്ക് പരാതി പോയതിൽ ഗൂഢാലോചന നടക്കുന്നതായി ഷാനവാസ് നേരത്തെ പാർട്ടിക്ക് കത്ത് നൽകിയിരുന്നു. ആട് പാടത്തു കയറിയതിന്റെ പേരിൽ പെൺകുട്ടിക്ക് ക്രൂരമർദ്ദനം. മലപ്പുറം നിലമ്പൂർ മമ്പാടാണ് 13-കാരിയെ ആക്രമിച്ചത്. പെൺകുട്ടിയുടെ കഴുത്ത് ഞെരിക്കുകയും ആടിന്റെ അകിട് അടിച്ചു പൊട്ടിക്കുകയും ചെയ്തു. ചാത്തോലി അബ്ദുൽ ഗഫൂറിനെതിരെയാണ് പരാതി. ദുർബല വകുപ്പുകൾ ചുമത്തി പോലീസ് പ്രതിയെ സംരക്ഷിക്കുന്നുവെന്ന് പെൺകുട്ടിയുടെ കുടുംബം. വയനാട്ടിൽ മരിച്ച ആദിവാസി യുവാവ് വിശ്വനാഥന്റെ കുടുംബത്തിന് നീതി ഉറപ്പാക്കുമെന്ന് SC/ST കമ്മീഷൻ ചെയർമാൻ BS മാവോജി. സമഗ്ര അന്വേഷണം കുടുംബം ആവശ്യപ്പെട്ടു. കുടുംബത്തിന് നഷ്ടപരിഹാരത്തിനും ജോലിക്കും ശുപാർശ ചെയ്യും. പോലീസ് അന്വേഷണം കാര്യക്ഷമമായി നടക്കുമെന്നാണ് പ്രതീക്ഷയെന്നും BS മാവോജി. വയനാട്ടിൽ കൂലി ചോദിച്ചതിന് ആദിവാസിക്ക് മർദ്ദനം. നീർച്ചാൽ കോളനിയിലെ ബാബുവിന് താടിയെല്ലിന് പരിക്കേറ്റു. സംഭവത്തിൽ പോലീസ് കേസെടുത്തു. കുറ്റക്കാർക്കെതിരെ കർശന നടപടി ആവശ്യപ്പെട്ട് ആദിവാസി സംഘടനകൾ. കണ്ണൂർ സർവകലാശാല അസോസിയേറ്റ് പ്രൊഫസർ നിയമനത്തിൽ പ്രിയ വർഗീസ് നൽകിയ അപ്പീൽ പരിഗണിക്കുന്നത് ഹൈക്കോടതി ഈ മാസം 27-ലേക്ക് മാറ്റി. സിംഗിൾ ബെഞ്ച് ഉത്തരവ് ചോദ്യം ചെയ്താണ് പ്രിയ വർഗീസ് ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്. UGC ചട്ടപ്രകാരം തനിക്ക് യോഗ്യതയുണ്ടെന്നും ഇത് സിംഗിൾ ബെഞ്ച് പരിശോധിച്ചില്ലെന്നുമാണ് അപ്പീലിലെ വാദം. തൃക്കാക്കരയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഉമാ തോമസ് MLA-യുടെ നേതൃത്വത്തിൽ ജല അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചു. കടവന്ത്ര മേഖലാ ഓഫീസാണ് MLA-യും കോൺഗ്രസ് പ്രവർത്തകരും ചേർന്ന് ഉപരോധിച്ചത്. പലതവണ പരാതി പറഞ്ഞിട്ടും നടപടികൾ ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഓഫീസ് ഉപരോധിക്കേണ്ടി വന്നതെന്ന് MLA. കോയമ്പത്തൂർ മംഗലൂരു സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകത്തിലും NIA നടത്തിയ റെയ്ഡിൽ പിടിച്ചെടുത്തത് നിർണായക തെളിവുകൾ. എറണാകുളത്ത് 2 പേർ കസ്റ്റഡിയിൽ. പിടിയിലായത് ആലുവ സ്വദേശി അശോകൻ, വെളിയത്തുനാട് സ്വദേശി റിയാസ് എന്നിവർ. മംഗലൂരു കേസുമായി ബന്ധപ്പെട്ട് തിരുപ്പൂരിൽ നിന്ന് 2 പേരും കസ്റ്റഡിയിൽ. തൃശൂർ കീരാലൂരിലെ 64-കാരന്റെ ആത്മഹത്യ ജപ്തി ഭീഷണിയെ തുടർന്ന് കുടുംബം. ചിറ്റിലപ്പള്ളി വീട്ടിൽ ഫ്രാൻസിസിനെ ആണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. ഇന്ന് രാവിലെ വേലൂർ സർവീസ് സഹകരണ ബാങ്ക് അധികൃതർ ഭീഷണിപ്പെടുത്തിയെന്നാണ് ആരോപണം. താമരശ്ശേരി വനംവകുപ്പ് ഓഫീസ് ആക്രമണക്കേസിൽ 3 സാക്ഷികളെ കൂടി വിസ്തരിക്കും. പ്രോസിക്യൂഷന്റെ ആവശ്യപ്രകാരം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ TS സജു, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സുബ്രഹ്മണ്യൻ, CPO സുരേഷ് എന്നിവർക്കാണ് നോട്ടീസ്. ഈ മാസം 23-ന് വിചാരണ കോടതിയിൽ ഹാജരാകണം. KSRTC ജീവനക്കാരുടെ വിരമിക്കൽ ആനുകൂല്യം സംബന്ധിച്ച് ഇടക്കാല ഉത്തരവ് ഹൈക്കോടതി താൽക്കാലികമായി മരവിപ്പിച്ചു. കൂടുതൽ വിശദീകരണം നൽകേണ്ടതുണ്ടെന്ന് KSRTCയുടെ അഭിഭാഷകൻ. കേസ് നാളെ വീണ്ടും പരിഗണിക്കാമെന്ന് ഹൈക്കോടതി. KSRTCയിൽ വരുമാനത്തിനനുസരിച്ച് ശമ്പളം എന്ന നിർദ്ദേശം നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ ചെറുത്തു തോൽപ്പിക്കുമെന്ന് BMS. ഇത് സേവന വേതന കരാറിന് വിരുദ്ധമാണെന്നും നിർദ്ദേശം പിൻവലിക്കണമെന്നും എംപ്ലോയീസ് സംഘ്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ 43 ലക്ഷം രൂപയുടെ സ്വർണം പിടിച്ചു. ശരീരത്തിൽ ഒളിപ്പിച്ചു കൊണ്ടുവന്ന 857 ഗ്രാം സ്വർണമാണ് പിടിച്ചത്. അബുദാബിയിൽ നിന്നെത്തിയ കാസർഗോഡ് സ്വദേശി റിയാസ് അറസ്റ്റിൽ. ഒരു വ്യക്തി, ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു സംഘം എന്ന ആശയത്തിന് ഒരു രാജ്യത്തെ ഉണ്ടാക്കാനോ തകർക്കാനോ കഴിയില്ലെന്ന മോഹൻ ഭാഗവത്. പലതരം ചിന്തകളും സംയോജിപ്പിച്ചാണ് മികച്ച രാജ്യങ്ങൾ കാര്യങ്ങൾ നടപ്പാക്കുന്നത്. രാജാരത്ന പുരസ്കാര സമിതി സംഘടിപ്പിച്ച അവാർഡ് ദാന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മോഹൻ ഭാഗവത്. സമൂഹം പ്രവർത്തിക്കുന്നത് ഗുണങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്നും മോഹൻ ഭാഗവത്. RSSുമായി നടത്തിയ ചർച്ചയിൽ വിശദീകരണവുമായി ജമാഅത്തെ ഇസ്ലാമി. ഭരണകൂടത്തെ നിയന്ത്രിക്കുന്നവരെന്ന നിലയിൽ RSSുമായി ചർച്ചകൾ വേണ്ടിവരുമെന്ന് ജമാഅത്തെ ഇസ്ലാമി നാഷണൽ സെക്രട്ടറി ജനറൽ T. ആരിഫ് അലി. ചർച്ചയെ വിവാദമാക്കുന്നവർക്ക് ഗൂഢലക്ഷ്യങ്ങളുണ്ടെന്നും ജമാഅത്തെ ഇസ്ലാമി. ഉണ്ണിമുകുന്ദൻ സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്ന കേസിൽ പരാതി ഒത്തുതീർപ്പായ എന്ന രേഖ താൻ ഹാജരാക്കിയിട്ടില്ലെന്ന് അഭിഭാഷകനായ സൈബി ജോസ് കിടങ്ങൂർ. അതിജീവിത മെയിലയച്ച് കേസ് ഒത്തുതീർപ്പാക്കാം എന്ന് അറിയിച്ചത് കോടതിയിൽ ബോധിപ്പിക്കുകയായിരുന്നുവെന്ന് സൈബി.
ജഡ്ജിമാരുടെ പേരിൽ കോഴ വാങ്ങിയ സംഭവത്തിൽ അഭിഭാഷകൻ സൈബി കിടങ്ങൂരിന്റെ ഓഫീസിൽ റെയ്ഡ് നടത്തി ക്രൈംബ്രാഞ്ച്. ലാപ്ടോപ്പ് അടക്കം പിടിച്ചെടുത്തു. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഉടൻ നോട്ടീസ് നൽകുമെന്ന് ക്രൈംബ്രാഞ്ച്. ന്യൂസ് 18 എക്സ്പ്രസിൽ ഇടവേള. ന്യൂസ് 18 എക്സ്പ്രസ് തുടരുന്നു. ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി അഡ്വക്കേറ്റ് അനസ് അലി തെരഞ്ഞെടുക്കപ്പെട്ടു. കരുവാറ്റ വടക്കു ഡിവിഷനിൽ നിന്നുള്ള അംഗമാണ് അനസ് അലി. കോട്ടയം രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ലോഗോ പ്രകാശനം ചെയ്തു. ഫെബ്രുവരി 24 മുതൽ 28 വരെയാണ് മേള. പ്രകാശനം PRD റീജിയണൽ ഡയറക്ടർ KR പ്രമോദ് കുമാറിന് കൈമാറി കളക്ടർ ഡോക്ടർ PK ജയശ്രീ നിർവഹിച്ചു. കോട്ടയം കഞ്ഞിക്കുഴിയിൽ കാറുകൾ കൂട്ടിയിടിച്ച് അപകടം. കോട്ടയം സബ് കളക്ടറുടെ കാർ ഉൾപ്പെടെയാണ് അപകടത്തിൽപ്പെട്ടത്. 3 പേർക്ക് പരിക്കുണ്ട്. മഞ്ചേരിയിൽ സ്കൂൾ വിദ്യാർത്ഥിനിയെ ഇടിച്ചിട്ട് നിർത്താതെ പോയ വാഹനവും ഡ്രൈവറും പോലീസ് പിടിയിൽ. പറമ്പിൽ പീടിക സ്വദേശി നെടുമ്പള്ളിമാട് നിസാമുദ്ദീനാണ് പിടിയിലായത്. 100-ലധികം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷമാണ് പോലീസ് പ്രതിയെ കണ്ടെത്തിയത്. കഴിഞ്ഞ 8-ാം തീയതിയായിരുന്നു സംഭവം. കോട്ടയം നഗരത്തിൽ ലൈസൻസ് ഇല്ലാതെ സർവീസ് നടത്തിയ സ്വകാര്യ ബസ് ഡ്രൈവർ പിടിയിൽ. കോട്ടയം പെരുവ പിറവം റൂട്ടിൽ സർവീസ് നടത്തുന്ന ഗുഡ്വിൽ ബസിന്റെ ഡ്രൈവർ അഞ്ചിൽ ദിനേശാണ് പിടിയിലായത്. 10:30 സംഭവം. RS നേതാവും മേയറുമായിരുന്ന K പ്രഭാകരൻ നായരുടെ 27-ാം ചരമവാർഷികം ആചരിച്ചു. അനുസ്മരണ യോഗം നഗരസഭാ കൗൺസിലർ P ശ്യാംകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്നു. R ഗോപാലപിള്ള, K സതീന്ദ്രകുമാർ, G വേണുഗോപാൽ, ചന്ദ്രൻ, ജയപ്രഭ, ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. AITUC വഴിയോര കച്ചവട തൊഴിലാളികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. AITUC ജില്ലാ സെക്രട്ടറി മീനാങ്കൽ കുമാർ ഉദ്ഘാടനം ചെയ്തു. കച്ചവടക്കാർക്കെതിരെയുള്ള പോലീസ് നടപടി അവസാനിപ്പിക്കണമെന്നാണ് ആവശ്യം. പാലാ കൊച്ചിടപ്പാടി സ്വദേശിനി രേഷ്മയ്ക്ക് വീട് വെക്കാൻ സൗജന്യമായി നൽകുന്ന ഭൂമിയുടെ രേഖകൾ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി കൈമാറി. കാപ്പൻ കുടുംബത്തിന്റെ നേതൃത്വത്തിലാണ് സൗജന്യമായി ഭൂമി വിതരണം ചെയ്തത്. മണി സി കാപ്പൻ MLA, ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം, മുനിസിപ്പൽ ചെയർപേഴ്സൺ ജോസിൻ ബിനോ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. DYFIയുടെ ആംബുലൻസ് ഈരാറ്റുപേട്ടയിൽ സജ്ജമായി. DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് AA റഹീം MP ആംബുലൻസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. ഈരാറ്റുപേട്ട ഈസ്റ്റ് മേഖലാ കമ്മിറ്റികളാണ് ആംബുലൻസ് വാങ്ങാനുള്ള ധനസമാഹരണം നടത്തിയത്. കാഞ്ഞിരപ്പള്ളി കാളകെട്ടി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ശിലാസ്ഥാപനം വെള്ളിയാഴ്ച നടക്കും. കാളകെട്ടി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നടക്കുന്ന ചടങ്ങിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ശിലാസ്ഥാപനം നിർവഹിക്കും. ചടങ്ങിൽ ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് അധ്യക്ഷനാവും. ജയിൽ അന്തേവാസികളെ തൊഴിൽ പ്രാവീണ്യമുള്ളവരാക്കാൻ ഖാദി ഗ്രാമ വ്യവസായ ബോർഡും സംസ്ഥാന ജയിൽ വകുപ്പും തമ്മിൽ ധാരണ. ജയിൽ DGP ബൽറാം കുമാർ ഉപാധ്യായയും ഖാദി ബോർഡ് സെക്രട്ടറി ഡോക്ടർ KA രതീഷും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ ധാരണാപത്രം കൈമാറി. ഖാദി ബോർഡ് വൈസ് ചെയർമാൻ P ജയരാജൻ പങ്കെടുത്തു. UK നിന്നുള്ള 9 അംഗ പ്രതിനിധികളുടെ സംഘം തൊഴിൽ മന്ത്രി V ശിവൻകുട്ടിയുമായി കൂടിക്കാഴ്ച നടത്തി. തൊഴിൽ വകുപ്പിന് കീഴിലുള്ള ഒഡേപക് ആതിഥ്യം സ്വീകരിച്ചാണ് സംഘം കേരളത്തിലെത്തിയത്. കേരളത്തിൽ നിന്നുള്ളവർക്ക് പ്രത്യേക പരിഗണന നൽകി UK-യിൽ ആരോഗ്യ മേഖലയിൽ 30,000-ൽ പരം തൊഴിലവസരം ഉറപ്പാക്കുമെന്ന് ചർച്ചയ്ക്ക് ശേഷം UK സംഘം അറിയിച്ചു. കേരള തീരത്ത് ജാഗ്രതാ നിർദ്ദേശം. നാളെ രാത്രി 8:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതായി ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും നിർദ്ദേശം. യുവധാര യൂത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ 2023 മെയ് 12, 13, 14 തീയതികളിൽ ഫോർട്ട് കൊച്ചിയിൽ നടക്കും. കേരളത്തിലെ 2427 മേഖലാ കേന്ദ്രങ്ങളിലും 212 ബ്ലോക്ക് കേന്ദ്രങ്ങളിലും 14 ജില്ലാ കേന്ദ്രങ്ങളിലും വിവിധങ്ങളായ കലാസാഹിത്യ മത്സരങ്ങൾ സംഘടിപ്പിക്കും. ഇതിന്റെ സംസ്ഥാന തല മത്സരം യൂത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ വെച്ച് നടത്തുമെന്ന് സംഘാടകർ. ന്യൂയോർക്ക് സെനറ്റർ കെവിൻ തോമസ് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ആരോഗ്യ, ടൂറിസം, IT മുതലായ മേഖലകളിൽ സഹകരണമാകാമെന്ന് മുഖ്യമന്ത്രി. ന്യൂയോർക്കിലെ IT കമ്പനികൾക്ക് കേരളത്തിൽ നിക്ഷേപിക്കാൻ അവസരമൊരുക്കാമെന്ന് കെവിൻ തോമസ്. IT കമ്പനികളുമായി അക്കാര്യം ചർച്ച ചെയ്യാമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു.
കോട്ടയം പാല മുത്തോലി തെക്കുമുറി വൈക്കോൽപ്പാടം ദേവീ ക്ഷേത്രത്തിൽ മോഷണം. കാണിക്കവഞ്ചി കുത്തി തുറന്ന് പണമെടുത്തു. ചാക്കിൽ കെട്ടി സൂക്ഷിച്ചിരുന്ന നാണയങ്ങളും മോഷ്ടിച്ചു. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണത്താലികളും അപഹരിച്ചു. 6 ലക്ഷത്തിലധികം രൂപ നഷ്ടപ്പെട്ടതായി ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു. കൂളിംഗ് ഗ്ലാസ് വെച്ചതിന് വിദ്യാർത്ഥിക്ക് സീനിയർ വിദ്യാർത്ഥികളുടെ ക്രൂരമർദ്ദനം. കോഴിക്കോട് മുക്കം KMCT പോളിടെക്നിക് കോളേജിലെ ബയോമെഡിക്കൽ 1ാം വർഷ വിദ്യാർത്ഥി മുഹമ്മദ് ജാബിറാണ് റാഗിങ്ങിനിരയായത്. കഴുത്തിനും കണ്ണിനും പരിക്ക്. പാലക്കാട് കൊല്ലങ്കോട് കടന്നൽ കുത്തേറ്റ ഒരാൾ മരിച്ചു. പഴനിയാണ് മരിച്ചത്. 74 വയസ്സായിരുന്നു. രാവിലെ ചായ കുടിക്കാൻ പോയപ്പോഴാണ് കടന്നൽ കുത്തേറ്റത്. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ത്രിപുരയിൽ നാളെ വോട്ടെടുപ്പ്. BJP IPFT സഖ്യത്തിനും CPM കോൺഗ്രസ് സഖ്യത്തിനും പുറമെ തിപ്ര മോത്ത പാർട്ടിയും പ്രചാരണത്തിൽ സജീവമായിരുന്നു. 42 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന തിപ്ര മോത്തയുടെ വോട്ടുകളായിരിക്കും ത്രിപുരയിൽ വിധി നിർണ്ണയിക്കുക. ന്യൂസിലൻഡിൽ വൻ നാശം വിതച്ച ഗബ്രിയേൽ ചുഴലിക്കാറ്റ്. കനത്ത മഴയിലും ഉരുൾപൊട്ടലിലുമായി 4 പേർ മരിച്ചു. മരിച്ചവരിൽ ഒരാൾ രക്ഷാപ്രവർത്തകനാണ്. മഴ തുടരുന്നുണ്ടെങ്കിലും തീവ്രത കുറഞ്ഞ ചുഴലിക്കാറ്റ് ന്യൂസിലൻഡിൽ നിന്ന് നീങ്ങി. ചുഴലിക്കാറ്റിന് പുറമെ ന്യൂസിലാൻഡിനെ ഞെട്ടിച്ച ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 6.1 തീവ്രത. ആദ്യ ചലനത്തിന് ശേഷം തുടർചലനങ്ങൾ. സുനാമി മുന്നറിയിപ്പ് ഇല്ല. 2018 തായ്ലൻഡിലെ ഗുഹയിൽ കുടുങ്ങിയ ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റൻ അന്തരിച്ചു. ഞായറാഴ്ച ബ്രിട്ടനിലെ ലിസസ്റ്റർ ഷെറിയിലെ താമസ സ്ഥലത്ത് ദുവാങ് പെഷ് പ്രോംതോപ്പിനെ ബോധരഹിതനായി കണ്ടെത്തുകയായിരുന്നു. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഇന്നാണ് മരിച്ചത്. തായ്ലൻഡിലെ ചിയാങ് റായ് പ്രവിശ്യയിലെ ഗുഹയിലാണ് പ്രോംതോപ്പ് ഉൾപ്പെടെ 13 കുട്ടികൾ കുടുങ്ങിയത്.